ജിപ്സിയും പാദുഷയും. തുർക്കിയിലെ നാടോടിക്കഥകൾ. പുനരാഖ്യാനം അനിത ജയനാഥ്, നായർ സുരേന്ദ്രനാഥ് പി കെ, രോഹിണി പി. ശബ്ദം നൽകുന്നത് ഗീതാ ബക്ഷി. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC Books 2021. എ DC Books പ്രൊഡക്ഷൻ. കഥ. ഒരു നായാട്ട് കഥ. അകാരോഗ്ലു, ബഗാരോഗ്ലു, ഞാൻ അങ്ങനെ 3 പേർ കാട്ടിൽ നായാട്ടിനു പോയി. ഞങ്ങളൊരു മുയലിനെ വേട്ടയാടി പിടിച്ചു. അടുത്തൊരിടത്ത് കണ്ട വീട്ടിൽ ചെന്ന് വാതിലിൽ മുട്ടിയപ്പോൾ അകത്തുനിന്നും ഒരു വൃദ്ധ ഇറങ്ങി വാതിൽക്കൽ വന്നു. അവരോട് ഞങ്ങൾ ചോദിച്ചു, അമ്മുമ്മേ, ഭക്ഷണം പാകം ചെയ്യാൻ ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് തരാനൊരു ചട്ടി കാണുമോ? കുറച്ചു നേരം ഞങ്ങളെ നോക്കിയ ശേഷം അവർ പറഞ്ഞു, എന്തുകൊണ്ട് തന്നുകൂടാ? പാത്രക്കച്ചവടക്കാരൻ തന്ന 3 എണ്ണം എന്റെ പക്കലുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ടത് എടുക്കാം. അവരെടുത്തുകൊണ്ടുവന്ന 3 ചട്ടികളും ഞങ്ങൾ പരിശോധിച്ചു. ഒന്നിന് വശത്ത് ചളുക്കമുണ്ട്, മറ്റൊന്നിന് അടിയിലൊരു കിഴുത്തയുണ്ട്, മൂന്നാമത്തേതിന് ചുവടില്ല. 3-ാമത്തെ ചട്ടി ഞങ്ങളെടുത്തു. ഞങ്ങൾ ആ ചട്ടിയിൽ മുയലിനെ ഇട്ടു. അകാരോഗ്ലു വിറകും ബഗാരോഗ്ലു തീയും കൊണ്ടുവന്നു. ഞങ്ങൾ മുയലിനെ ചട്ടിയിലിട്ട് തിളപ്പിച്ചപ്പോൾ അത് ഞങ്ങളെ നോക്കിക്കൊണ്ട് അതിനകത്തിരുന്നു. അവസാനം ഞങ്ങൾ ആ മുയലിനെ തൂക്കിയെടുത്തുകൊണ്ട് യാത്ര തുടർന്നു. ഇബിഗഡിഗി ചുരം കടന്ന് യാസുഡം ഗ്രാമത്തിൽ ഞങ്ങളെത്തി. അവിടെ ഞങ്ങളൊരു പൂങ്കോഴിയുടെ മനോഹരമായ കൂവൽ കേട്ടു. ഞങ്ങൾ മുയലിനു പകരം പൂങ്കോഴിയെ കൈക്കലാക്കി. അക്കൊല്ലം അപ്പം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് സ്വന്തമായി അപ്പമുണ്ടാക്കാൻ കുറെ ബാർലി വാങ്ങി. ആ ബാർലി മുഴുവൻ പൂങ്കോഴിയുടെ പുറത്തു വെച്ച് കെട്ടി പൊടിക്കുന്ന യന്ത്രമുള്ള ഇടം തിരഞ്ഞുപോയി. ഞങ്ങൾ ഒരരുവിയുടെ തീരത്തുള്ള ഗ്രാമത്തിലെത്തിയപ്പോൾ ആളുകൾ ഒമറാഗ എന്ന പൊടിയന്ത്ര സ്ഥാപനം കാട്ടിത്തന്നു. പൂങ്കോഴിയുടെ പുറത്തുനിന്നും ഞങ്ങൾ ബാർലി തിരിച്ചെടുത്തപ്പോൾ അത്ഭുതമെന്നേ പറയണ്ടു. പൂങ്കോഴിയുടെ പുറത്തെങ്ങുമൊരു തൂവല് പോലും കാണാനില്ല. ബാർലിയുടെ പുറന്തോട് വളരെ പരുക്കനായതുകൊണ്ട് അതുരഞ്ഞു തൂവലുകൾ കൊഴിഞ്ഞു വ്രണങ്ങളുണ്ടായിട്ടുണ്ട്. വ്രണങ്ങൾ കരിച്ചു കളയുന്നതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കരിച്ച അക്രോട്ട് കുരുവിന്റെ ചാരമുപയോഗിച്ച് വ്രണങ്ങളിൽ തടവിയാൽ അത് കരിഞ്ഞുകൊള്ളുമെന്ന് അറിയാൻ കഴിഞ്ഞു. ദൗർഭാഗ്യവശാൽ അക്രോട്ട് കുരു കരിക്കുന്ന കാര്യം മറന്നുപോയി. ഞങ്ങൾ ആ കുരു പൊടിച്ചിട്ട് അതുകൊണ്ട് പക്ഷിയുടെ ദേഹമൊഴിഞ്ഞപ്പോൾ അവിടം മുളച്ചു പൊന്താൻ തുടങ്ങി. പൂങ്കോഴി ഒരു കുതിരയെക്കാളും വലിപ്പം വെച്ചു. അതിന്റെ പിൻവശത്തൊരു അക്രോട്ട് മരം ഒരു ഗ്രാമത്തിന്റെ പകുതി വിസ്തീർണത്തിൽ വളർന്നു. നാട്ടിലെ കുട്ടികൾ അക്രോട്ട് കുരു കിട്ടാൻ വേണ്ടി കമ്പും കല്ലും ഉപയോഗിച്ച് അതിലേക്ക് ഏറും തുടങ്ങി. പിള്ളേരുടെ ഏറുമൂലം അക്രോട്ട് കുരു വീണ് മരത്തിന്റെ ചുവടുഭാഗം വിസ്താരമേറിയ ഒരു വയലായി മാറി. ഗ്രാമവാസികളോട് ഞങ്ങൾ ചോദിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന്. അവർ പറഞ്ഞു, ഒരു ജോഡി കാളയെ വാങ്ങി അവയുടെ ചെവികളും കണ്ടിച്ച് കൊമ്പുകൾ ഊരിയെടുത്ത് കാലുകളും മുട്ടുകളും കണ്ടിച്ച് അവയെക്കൊണ്ട് 7 പ്രാവശ്യം നിലമുഴുക. എന്നിട്ട് തണ്ണിമത്തൻ നടുക. അവരുപദേശിച്ച പോലെ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ തണ്ണിമത്തനും നട്ടു. മത്തൻ വിളഞ്ഞപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നറിയാൻ 5-6 എണ്ണം പറിച്ചെടുത്തു. ഞാൻ അതിലൊരു വലുതു മുറിക്കാൻ പിച്ചാത്തി കൊണ്ട് ശ്രമിച്ചപ്പോൾ നിർഭാഗ്യവശാൽ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്നും തെന്നി മത്തന്റെ അകത്തേക്ക് പ്ലക്ക് എന്ന് കുത്തിയിറങ്ങി. ഞാൻ എന്റെ തൊപ്പിയൂരി കയ്യിലെടുത്തുകൊണ്ട് പിച്ചാത്തി അന്വേഷിച്ച് തണ്ണിമത്തന്റെ അകത്തേക്കൊരു ചാട്ടം കൊടുത്തു. തണ്ണിമത്തന്റെ അകത്തു മുഴുവനും ഊളിയിട്ടു പരതിയിട്ടും എന്റെ പിച്ചാത്തി കണ്ടുകിട്ടിയില്ല. അപ്പോഴവിടെ ഞങ്ങൾക്ക് കറിച്ചട്ടി തന്ന ആ വൃദ്ധയെ കണ്ട് അവരോട് കുടിക്കാൻ അല്പം ജലം ആവശ്യപ്പെട്ടു. അവരെന്നോട് ചോദിച്ചു, കുഞ്ഞേ, നീ എന്താണ് തിരയുന്നത്? ഞാൻ എന്റെ കത്തിയാണ് തിരയുന്നത്. ഞാൻ പറഞ്ഞു, ഈ തണ്ണിമത്തനിൽ എവിടെയോ ആണത് നഷ്ടപ്പെട്ടത്. ആ ചെറിയ കത്തി ഇതിനകത്തു നിന്നെങ്ങാനും കണ്ടുകിട്ടുമെന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടോ? ഇതേ തണ്ണിമത്തനിൽ ഞങ്ങൾക്ക് 7 ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു. ഒരാഴ്ചയായി ഞങ്ങൾ ഇതിനകത്ത് അവയെ
Sample complete. Ready to continue?